ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയും അർജന്റീനിയൻ ടീമും കേരളത്തിൽ എത്താത്തതിന് കാരണം സ്പോൺസറായ റിപ്പോർട്ടർ ചാനൽ പണം നൽകാത്തതെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. അർജന്റീനയുമായി കരാർ ഒപ്പിട്ടത് സർക്കാരല്ല, സ്പോൺസറാണ്. 24-നോടാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ വിവരം പങ്കുവച്ചത്. കേരള ഗവൺമെന്റ് ഇത് സ്പോൺസറെയാണ് ഇത് നൽകിയിട്ടുള്ളത്. സർക്കാരിൻ്റെ പണം കൊണ്ടല്ല അത്തരം ടീമുകൾ കൊണ്ടുവരാൻ കഴിയുക. ഇതിൻ്റെ ഭാഗമായി നമ്മൾ സ്പോൺസർമാരെ ക്ഷണിച്ചു. അതിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ് അവർ ഇതിന് തയ്യാറായത്, സ്പോൺസർഷിപ്പിന്. ഇതിൻ്റെ ഭാഗമായി അർജന്റീനയുമായി കരാർ ഒപ്പിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലാണ്. അപ്പോൾ അവരെ കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ നിലവിൽ മറ്റൊരു അറിയിപ്പ് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഈ വരുന്ന വാർത്തകൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനലാണ്, അതിൻ്റെ MD ആണത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അവരെ ചെയ്യുമായിരിക്കാം. കരാർ ലംഘനം ചൂണ്ടിക്കാണിച്ച റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സർക്കാരും നിയമ നടപടി സ്വീകരിക്കാൻ സാധ്യത. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് മന്ത്രിയുടെ പ്രതികരണം എടുത്തതിന് ശേഷം നമുക്കൊപ്പം ചേരും. അതുപോലെ ഈ കാര്യത്തിൽ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും സർക്കാരും എന്ത് നിലപാടുകൾ സ്വീകരിക്കുമെന്നതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും ചേരും. ആദ്യം മനീഷ് മഹിബാലിലേക്ക്. മനീഷ്, യഥാർത്ഥത്തിൽ ഈ മെസ്സിയെ കൊണ്ടുവരുമെന്ന രീതിയിൽ കേരളത്തിൽ ആഘോഷം തന്നെ നടക്കുകയായിരുന്നു. കാൽപന്ത് കളിയെ പ്രേമിക്കുന്ന മലയാളികളെല്ലാം ഒന്നടങ്കം മെസ്സിയുടെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുകയായിരുന്നു. അവസാനം സ്പോൺസർ പറ്റിച്ചു എന്ന പേരിൽ കായിക മന്ത്രി പറയുന്നു. അത് തന്നെ കേരളത്തിലെ പുൽത്തകിടിയിൽ മെസ്സി കാൽപന്ത് തട്ടുമെന്ന് സ്വപ്നം കണ്ട ഫുട്ബോൾ ആരാധകർക്ക് ഇപ്പോൾ അവസാനം നിരാശ തന്നെയാണ് കായിക വകുപ്പ് മന്ത്രി സമ്മാനിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തം സ്പോൺസർക്കാണ്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനിയാണ് ഇത് സംബന്ധിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാർ ഒപ്പിട്ടത്. പക്ഷേ 45 ദിവസത്തിനുള്ളിൽ 60 കോടി രൂപ കൊടുക്കണമെന്നായിരുന്നു കരാർ ഉണ്ടായിരുന്നത്. ആകെ 200 കോടി രൂപയുടെ പദ്ധതിയായിരുന്നു. അതിൽ 120 കോടി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അപ്പിയറൻസ് ഫീസായി 120 കോടി കൊടുക്കാമെന്നായിരുന്നു കരാറ്. ബാക്കി 80 കോടി രൂപ എതിർ ടീമായി എത്തുന്ന ജപ്പാനോ അല്ലെങ്കിൽ ഖത്തറിനോ കൊടുക്കാമെന്നായിരുന്നു കരാറിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ആദ്യ ഗഡുവായ 60 കോടി രൂപ പോലും കൊടുക്കാൻ 45 ദിവസത്തിനുള്ളിൽ ആ ധാരണ പാലിച്ചില്ല. അതിൻ്റെ പേരിൽ ഇപ്പോൾ നിലവിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനിക്ക് നിയമപരമായ നടപടി കൈക്കൊള്ളുന്നത് സംബന്ധിച്ച് നോട്ടീസ് അയച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്നാൽ മന്ത്രി വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള കരാറുകാർക്ക് വേണ്ടിയിട്ട് വിളിച്ച സമയത്ത് സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. സർക്കാർ ഇത്തരത്തിൽ വലിയ 200 കോടി രൂപയോളം വരുന്ന പദ്ധതിക്ക് സർക്കാരിൻ്റെ കയ്യിൽ പക്കൽ പണമില്ലാത്തത് കൊണ്ടാണ് അത് കരാർ ക്ഷണിച്ചത്. കരാറിലെത്തി ആദ്യം ഇതുമായി ധാരണയിലെത്തിയത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനിയാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോഴും അവർ ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല. അവരാണ് സമ്മതപത്രവും കരാറും ഒക്കെ തന്നെ അർജന്റീന ടീമുമായി ഒപ്പിട്ടതും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവർ അറിയിച്ചിട്ടില്ല. 2 സൗഹൃദ മത്സരങ്ങളാണ് കേരളത്തിൽ നടക്കുമെന്ന രീതിയിൽ പദ്ധതി ഉണ്ടായിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് നിലവിൽ മെസ്സി കേരളത്തിലേക്ക് എത്തുകയില്ല എന്ന് കായിക വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. SK മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.